മാടപ്പള്ളി മണ്ഡലത്തിൽ പ്രതാപവർമ്മയേക്കാൾ വളരെ മുന്നിലാണ് എതിർ സ്ഥാനാർത്ഥിയായ ദീപക്. ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യത കാണുന്നുണ്ട്. നമ്മൾ അയാൾക്കെതിരെ ഒരു മൂവ്മെന്റ് നടത്തിയെന്നതിന്റെ പേരില് നമുക്കെതിരെ അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല. ഭരണം കയ്യിലുള്ളവർക്ക് എന്തോ ആവല്ലോ. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. എന്ത് ചെയ്യാം? നാളെ നമുക്ക് കരയാനുള്ള ദിവസമാണ്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കേരളം ആര് ഭരിക്കും? എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്. ആദ്യ റൗണ്ടിൽ എനിക്ക് തന്നെ ആയിരിക്കുമല്ലേ ലീഡ്? അയ്യമ്പാറ നിയോജക മണ്ഡലത്തിൽ പ്രതാപവർമ്മയുടെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി KV രാജന് 3000 വോട്ടിന്റെ ലീഡ്. എടമുട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന പൊതുജന സേവന മുന്നണി സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് നേരിയ ലീഡ്. ചാരമംഗലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ജെയിംസ് പത്താലവട്ടം തന്റെ ലീഡ് നില ഉയർത്തി. അനന്തപ്രസാദ് അധികാരത്തിൽ വരും, ഒരു സംശയമില്ല അല്ലേ? മുക്കം മണ്ഡലം ജനകീയ മുന്നണിക്കൊപ്പം എന്ന് തോന്നിപ്പിക്കും വിധം ലീഡ് നില ഉയരുകയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി PM സാദിഖാണ്. കൂവളംകാട് നിയോജക മണ്ഡലത്തിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി KK ഉമേഷിനേക്കാൾ 2000 വോട്ടിന് മുന്നിലാണ് പൊതുജന സേവന സ്ഥാനാർത്ഥി C പ്രദീപ്. ഇതൊരു6:30-ക്കെങ്കിലും തീരുവോ? തീർന്നിട്ട് നിങ്ങൾക്ക് എന്തിനാ? എനിക്ക് അകലെ സീരിയൽ കാണണം. ചന്നപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജനകീയ മുന്നണിയിലെ പൊൻകുന്നം സദാശിവൻ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ശ്രീലക്ഷ്മിയേക്കാൾ 10000 വോട്ടിന് മുന്നിലാണ്. ലീഡ് നില പെട്ടെന്ന് മാറി മറിയുന്നേ, പേടിക്കണ്ട. മകളാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല. അവളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. 8 നിലയ്ക്ക് പൊട്ടുമെന്ന് ഞാൻ പ്രാഗിയതാ. തള്ളെ തല്ലിയവളെ ദൈവം നേരിട്ട് വന്ന് തല്ലും. ഇപ്പോൾ കിട്ടിയ വാർത്ത, മാടപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പ്രതാപവർമ്മയ്ക്കെതിരെ മത്സരിക്കുന്ന ദീപക് പ്രതാപവർമ്മയേക്കാൾ 1000 വോട്ടിന് ഇപ്പോൾ മുന്നിലാണ്. ഓടപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന അനന്തൻ പിള്ള തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സോദി മുരളീധരനേക്കാൾ 800 വോട്ടിന് മുന്നിലാണ്. ജയിക്കുന്ന പക്ഷം ജനക്ഷേമ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് ഇദ്ദേഹം. മാടപ്പള്ളി മണ്ഡലത്തിൽ പ്രതാപവർമ്മയേക്കാൾ വളരെ മുന്നിലാണ് എതിർ സ്ഥാനാർത്ഥിയായ ദീപക്. ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യത കാണുന്നുണ്ട്. തോന്നണേ ഒന്നും പോവില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വർമ്മ പൊട്ടണം, അവരുടെ അഹങ്കാരം ഒന്ന് കുറയണം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചന്നപ്പുഴ മണ്ഡലത്തിൽ ശ്രീ പൊൻകുന്നം സദാശിവൻ 50000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അനന്തൻ പിള്ളയുടെ ജനക്ഷേമ മുന്നണിയിലുള്ള ശ്രീലക്ഷ്മി ദയനീയ പരാജയം ഏറ്റുവാങ്ങി. മാടപ്പള്ളി മണ്ഡലത്തിൽ ദീപക് തന്റെ ലീഡ് നില ഉയർത്തുകയാണ്. എതിർ സ്ഥാനാർത്ഥി പ്രതാപവർമ്മയേക്കാൾ 2000 വോട്ടിന് മുന്നിലാണ് ദീപക്. ഓടപ്പുഴ മണ്ഡലത്തിൽ അനന്തപിള്ളയുടെ ലീഡ് നില ഉയരുന്നു. ഇനി ഈ മണ്ഡലത്തിൽ 3 ഘട്ട വോട്ടെണ്ണൽ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത, മാടപ്പള്ളിയിലെ ലീഡ് നില മാറിമറിയുന്നു. നിലവിൽ ദീപകിനേക്കാൾ 1000 വോട്ടുകൾക്ക് മുന്നിലായിരിക്കുന്നു പ്രതാപവർമ്മ. ഈ മണ്ഡലത്തിൽ നിലവിൽ 3 ഘട്ട വോട്ടെണ്ണലുകൾ പൂർത്തിയായി.
പ്രതാപ് വർമ്മയുടെ ലീഡ് നില വീണ്ടും കൂടുന്നു. ദീപകിനേക്കാൾ 4000 വോട്ടിന് മുന്നിലാണ് നിലവിൽ പ്രതാപ വർമ്മ. ഓടപ്പുഴയിൽ സ്വാതി മുന്നേറുന്നു. എതിർ സ്ഥാനാർത്ഥി അനന്തൻ പിള്ളയേക്കാൾ 6000 വോട്ടിന് മുന്നിലാണ് സ്വാതി. സംസ്ഥാനത്തുടനീളം പ്രതാപ വർമ്മ തരംഗം. 140 മണ്ഡലങ്ങളിലേക്ക് നടന്ന മത്സരത്തിൽ 130-ലധികം സീറ്റുകൾ ഇപ്പോൾ തന്നെ പ്രതാപ വർമ്മയുടെ മുന്നണി നേടിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് KCP തരംഗമാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ജനക്ഷേമ മുന്നണി സ്ഥാനാർത്ഥി അനന്തൻ പിള്ള തോറ്റു. ഏറ്റവും പുതിയ വാർത്ത, പ്രതാപ വർമ്മ 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ശ്രീ പ്രതാപ വർമ്മയുടെ മുന്നണി അധികാരത്തിലേക്ക്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം ഇന്നേ വരെ കാണാത്ത ഭൂരിപക്ഷത്തോടെ KCP അധികാരത്തിലേക്ക്. എന്നോട് പോലും പറയാത്തൊരു പ്ലാൻ ഋതുവിനുണ്ടായിരുന്നല്ലേ? സന്തോഷായല്ലേ ചേച്ചി? 140 മണ്ഡലങ്ങളിലേക്ക് മത്സരിച്ച അനന്തൻപിള്ളയുടെ ജനക്ഷേമ മുന്നണിക്ക് കേവലം 2 സീറ്റുകൾ മാത്രം. 138 സീറ്റുകളുമായി പ്രതാപ വർമ്മയുടെ മുന്നണി അധികാരത്തിലേക്ക്. അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കാലുവാരികളെ പൊട്ടിച്ച്. കൺഗ്രാറ്റുലേഷൻസ് ഋതു. താങ്ക് യു സോ മച്ച്. വാ സർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു മക്കളെ. എന്റെ ഈ മുന്നണിയുടെ വിജയശില്പികൾ നിങ്ങളാണ്. അയ്യോ സാറേ, ഞാനില്ല, ഋതു മാത്രം. എന്റെ മകൾ ഈ നാടിനെ രക്ഷിച്ചു. ഈ ഇലക്ഷന്റെ വിജയശില്പി ഋതികയാണ്, എന്റെ മകൾ. യാമിനി, എല്ലാവർക്കും ലഡു വിതരണം ചെയ്യാമിനി. അച്ഛനെ താങ്ക് യു മോളെ.